ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ സ്വർണ്ണക്കൊള്ള കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പമുള്ള മുഖ്യമന്ത്രിയുടെ AI ഫോട്ടോ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കോൺഗ്രസ് നേതാവിനെതിരെ കേസെടുത്തു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യനെതിരെയാണ് BNS 122 പ്രകാരം കേസെടുത്തത്. മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് സ്വകാര്യം പറയുന്ന രീതിയിലുള്ള ഫോട്ടോയാണ് സുബ്രഹ്മണ്യൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. BS രഞ്ജിത്ത് നൽകും വിശദാംശങ്ങൾ. BS രഞ്ജിത്ത്, ഈ പോറ്റിയുമായുള്ള ചിത്രം, പോറ്റിക്കൊപ്പമുള്ള ചിത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുകയാണ്. ഇതിനിടയിലാണ് ഈ AI ചിത്രവുമായി ബന്ധപ്പെട്ടിപ്പോൾ കേസെടുത്തിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? ശ്രുതി, ഒരു 11 മണിക്കൂർ മുൻപ് പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഇത്രമേൽ അഗാധമായ ബന്ധമുണ്ടാവാൻ എന്തായിരിക്കും കാരണം എന്ന ക്യാപ്ഷനോടുകൂടി N സുബ്രഹ്മണ്യൻ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു. ആ ഫോട്ടോ AI ആണ് എന്നുള്ള പ്രചരണം വരുന്നു. അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള കൂടുതൽ ഫോട്ടോസ് വീണ്ടും ഒരു 14 മണിക്കൂർ മുമ്പ് N സുബ്രഹ്മണ്യൻ പങ്കുവച്ചിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ ഫോട്ടോ AI നിർമ്മിതമാണ്. ഈ AI നിർമ്മിതമായ ഫോട്ടോ FBയിൽ പ്രചരിപ്പിച്ചതിനാണ് ഇപ്പോൾ N സുബ്രഹ്മണ്യനെതിരെ കേസെടുത്തിട്ടുള്ളത്. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ് N സുബ്രഹ്മണ്യൻ വീണ്ടും ഇതേ രീതിയിലുള്ള ഫോട്ടോസുകൾ ഇട്ടിട്ടുണ്ട്. ബോധപൂർവമായി ഇത്തരത്തിൽ സംഘർഷമുണ്ടാക്കാൻ, രണ്ടു കൂട്ടർ സംഘർഷമുണ്ടാക്കാനുള്ള കലാപാഹ്വാനം പോലുള്ള വകുപ്പ് പ്രകാരം BNS 122 പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്ത് ചേവായൂർ പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. BS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. സ്വർണ്ണക്കൊള്ള കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പമുള്ള മുഖ്യമന്ത്രിയുടെ AI ഫോട്ടോ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കോൺഗ്രസ് നേതാവിനെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്. BS രഞ്ജിത്ത് തുടരുന്നുണ്ട്. രഞ്ജിത്ത്, ഇതിലുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഈ പ്രതികരണങ്ങളെല്ലാം നേതാക്കൾ നടത്തിയിരുന്നു. മുഖ്യമന്ത്രി എന്താണ് ഈ കാര്യത്തിലൊക്കെ സ്വകാര്യം പറയുന്നത് എന്ന കാര്യത്തിലടക്കമുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചെവിയിൽ സംസാരിക്കുന്ന വ്യാജ ഫോട്ടോയിൽ ഇതുമായി ബന്ധപ്പെട്ട് വന്ന് ഉയർന്ന വിവാദങ്ങൾക്കിടയിൽ UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രതികരണമൊക്കെ വന്നതും വലിയ വെട്ടിലാവുകയും ചെയ്തിരുന്നു. അത് MV ഗോവിന്ദൻ ഇക്കാര്യം AI ചിത്രമാണെന്ന് പറഞ്ഞതോടുകൂടി വെട്ടിലാവുന്നതും നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ എന്തായാലും ഇത് നിയമപരമായിട്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് കടക്കുകയാണ്. അത് ഈ വിഷയത്തിൽ കേസെടുത്തിരിക്കുമ്പോൾ ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്? ഈ രാഷ്ട്രീയകാര്യ സമിതി അംഗമായിട്ടുള്ള N സുബ്രഹ്മണ്യനെതിരായി കേസ് പരസ്പരം ഈ ബോധപൂർവം സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ രണ്ടു കൂട്ടരെ പരസ്പരം സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിൽ ഇത്തരത്തിലുള്ള വ്യാജ നിർമ്മിതികൾ പ്രചരിപ്പിച്ചുകൊണ്ട്, അതായത് ഈ ഫോട്ടോ ക്യാപ്ഷനോടുകൂടി ഇടുമ്പോൾ FBയിൽ നിന്ന് എന്നുള്ള ഒരു അടിക്കുറിപ്പ് N സുബ്രഹ്മണ്യൻ കൊടുത്തിട്ടുണ്ട്. ആദ്യം പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഇത്രമേൽ അഗാധമായ ബന്ധമുണ്ടാവാൻ എന്തായിരിക്കും കാരണം എന്ന് പറഞ്ഞുകൊണ്ട് ബ്രാക്കറ്റിൽ ചിത്രം FBയിൽ നിന്ന് എന്നുള്ളതായി ചിത്രത്തിന്റെ അതോറിറ്റി അല്ലെങ്കിൽ ഈ ചിത്രം സ്വന്തം നിലയ്ക്ക് കണ്ടെത്തി എന്നുള്ള തരത്തിലോ അല്ലെങ്കിൽ ഈ ചിത്രം ഒറിജിനലാണോ എന്നോ പറയുന്നില്ല. പക്ഷേ AI എഡിറ്റഡ് ഫോട്ടോ ആണ് എന്ന് മനസ്സിലാക്കിയ ശേഷം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചരണം ഉണ്ടായ ശേഷം മറ്റ് ഫോട്ടോകൾ, അതായത് മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും നിൽക്കുന്ന ഒരു പരിപാടിയുടെ ഫോട്ടോസൊക്കെ കൂടുതലായി N സുബ്രഹ്മണ്യൻ തന്നെ വീണ്ടും പോസ്റ്റ് ചെയ്യുകയും ആദ്യത്തെ ഫോട്ടോ ഡിലീറ്റ് ചെയ്യാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അതായത് ആദ്യം FBയിൽ പങ്കുവെച്ച ഫോട്ടോ AI എഡിറ്റഡ് ആണ് എന്നുള്ള വിവരം പുറത്തു വന്ന ശേഷവും മറ്റു ഫോട്ടോകൾ കൂടി പങ്കുവെക്കുകയും ആദ്യത്തെ ഫോട്ടോ ഡിലീറ്റ് ചെയ്യാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ഇതിനെതിരെയുള്ള ഒരു പരാതിയിലാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ കലാപാഹ്വാനം പോലുള്ള സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമം പോലുള്ള വകുപ്പുകൾ BNS 122 അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതല വഹിക്കുന്ന നേതാവാണ്. നേരത്തെ KPCCയുടെ ജനറൽ സെക്രട്ടറിയും ഇപ്പോൾ KPCCയുടെ രാഷ്ട്രീയ കാര്യ സമിതി അംഗവുമാണ് N സുബ്രഹ്മണ്യൻ. കോഴിക്കോട്ട് നിന്നുള്ള വളരെ പ്രമുഖനായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവാണ്, മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം അത് സൂചിപ്പിക്കുന്നത് സ്വർണ്ണക്കൊള്ള കേസിൽ മുഖ്യമന്ത്രിക്ക് തന്നെ പങ്കുണ്ട് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കത്തക്ക രീതിയിലാണ് അത്തരം ഫോട്ടോസ് ഒക്കെ പ്രചരിപ്പിച്ചിട്ടുള്ളത്. ഈ സ്വർണ്ണക്കൊള്ള, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അത് ഏതെങ്കിലും ഒരു സംസ്ഥാന സമിതി അംഗത്തിലോ അല്ലെങ്കിൽ ദേവസ്വം പ്രസിഡന്റിലോ ഒതുങ്ങുന്നില്ല. CPMലും സർക്കാരിലും മുഖ്യമന്ത്രിയിലും വരെ എത്തി നിൽക്കുന്നു എന്ന രീതിയിൽ പ്രചരിപ്പിക്കാനാണ് ഇത്തരത്തിലൊരു ഫോട്ടോ പങ്കുവച്ചിട്ടുള്ളത്. നേരത്തെ അടൂർ പ്രകാശ് ഒക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നിൽക്കുന്ന ഫോട്ടോസും പങ്കുവെക്കപ്പെട്ടിരുന്നു. അതിൽ കോൺഗ്രസിന് ബന്ധമുണ്ട് എന്ന രീതിയിലാണ് CPM സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നത്. അതിന് ബദലായിട്ടാണ് ഈ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോട്ടോസ് പ്രചരിപ്പിക്കപ്പെട്ടത്. ഇന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തുമ്പോഴും അതിനുശേഷവും ഒക്കെ അദ്ദേഹം പറഞ്ഞത് ആ ഫോട്ടോസൊക്കെ AI നിർമ്മിതമാണ്, വ്യാജ ഫോട്ടോസാണ്, കേസുകൾ എടുക്കും എന്ന രീതിയിൽ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് KPCCയുടെ മുതിർന്ന നേതാവിനെതിരെ തന്നെയാണ്, N സുബ്രഹ്മണ്യനെതിരാണ്.
ഓക്കെ, KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം എൻ സുബ്രഹ്മണ്യനെതിരെയാണ് BNS സെക്ഷൻ 122 പ്രകാരം കേസെടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് സ്വകാര്യം പറയുന്ന രീതിയിലുള്ള ഫോട്ടോയാണ് സുബ്രഹ്മണ്യൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.